ഹായ് ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീക്കെൻഡാണ്. യൂഷ്വലി വീക്കെൻഡ് നമ്മൾ ലേണിംഗ് വീഡിയോ ഷെയർ ചെയ്യാറുണ്ട്. സോ ഈ ഒരു വീഡിയോ ലേണിംഗ് വീഡിയോ തന്നെയാണ്. ഈ വീഡിയോയുടെ പേര് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ചാനലാണ്, അതാണ്, ഇതാണ്. ബട്ട് ആക്ച്വലി ഇത് എലൈറ്റ് വേവിൻ്റെ തിയറി ബേസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതാണ് ലീഡിങ് ഡയഗണൽ പാറ്റേൺ. ഓക്കെ, അതാണ് ഇതിൻ്റെ പേര് ആക്ച്വലി പറയുന്നത്. ഓക്കെ, സോ ഇതൊരു സ്റ്റോക്കിലാണ് ഇപ്പോൾ ഫോം ആയത്. ഇപ്പം നിലവിൽ ഇതാണ് ലൈവ് ആയിട്ട് എനിക്ക് കാണിക്കാനുള്ളത്. ഞാൻ ആക്ച്വലി മോസ്റ്റ്ലി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് ലേറ്റസ്റ്റ് ഡാറ്റയിലാണ് കാണിക്കാൻ. ബാക്കിലെ ഡാറ്റയിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു മീൻസ് അതൊരു വരത്തില്ല. ദാറ്റ് മീൻസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ മാക്സിമം ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. സോ ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റോക്കാണ് ബർജറ്റ് പെയിൻറ്റ്സ്. ഓക്കെ, സോ ഇതിനകത്ത് ഈ ഒരു പാറ്റേൺ ഫോം ആവുന്നത് സ്റ്റാർട്ടിങ് തന്നെ ഒരു 5 മൂവ് കഴിഞ്ഞിട്ടാണ്. എലിയറ്റ് വേവിൻ്റെ 5 മൂവ്സ് കഴിഞ്ഞിട്ടാണ് ഇത് ഫോം ആവാറുള്ളൂ യൂഷ്വലി. ഈ 5 വേവ്സിൻ്റെ മൂവ്സ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അപ്കമിങ് വീഡിയോസിൽ പറയുള്ളൂ. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോസിൽ. 1000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ എനിക്ക് 1, 2, 3 or 5 മൂവ്സിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ മീൻസ് എനിക്ക് കുറച്ച് പാറ്റേൺസ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ആ പാറ്റേൺസ് ഫുൾ കംപ്ലീറ്റ് ആവണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുള്ളൂ. ആ ഒരു മൂവ്മെൻറ്റ്സ്, എലിയറ്റ് വേവിൻ്റെ മൂവ്മെൻറ്റ്സ്, ആ മൂവ് ഞാൻ പറയാറുണ്ടല്ലോ 1, 2, 3 and 4 and 5. അതിന് മുന്നേ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ഈ ലേണിംഗ് വീഡിയോസിലാണ് പാറ്റേൺസ്. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. കാരണം ബൈ ഹാർട്ട് ചെയ്താലേ മാത്രമേ നമുക്ക് ഈ ഒരു പാറ്റേൺസ് ഓരോരോ പാറ്റേൺസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. അത് യൂഷ്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാധാ ഒരു ഇതായിരിക്കുള്ളൂ, ടേനലാണ്, ട്രയാങ്കിളാണ്. പക്ഷേ ഈ ഒരു പാറ്റേൺസ് എല്ലാം കൂടി ഓരോരോ ലോജിക്സ് ആണ്. ലോജിക് ഇല്ലാണ്ട് ഇത് ശരിക്കും ഫോം ആവത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ ആരും പറഞ്ഞ് തന്നിട്ടുണ്ടാവില്ല. ഐ തിങ്ക് ഇതൊരു ചാനലാണെന്ന് മാത്രം പറയുള്ളൂ. ബട്ട് ഇത് ആക്ച്വലി 1, 2, 3, 4 and 5 മൂവ്സ് ഇത് കണ്ടോ. ലീഡിങ് ഡയഗണലിൻ്റെ ലീഡിങ് എന്ന് പറഞ്ഞാൽ ലീഡ് ചെയ്യുന്നതാണ്. പ്രൈസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ പ്രൈസ് ഒരു പാറ്റേണിനെ ലീഡ് ചെയ്ത് ഒരു ട്രെൻഡിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്രൈസ്. സോ അത് പ്രൈസ് ഫോം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോം ആകുമ്പോഴത്തേക്ക് ലീഡിങ് ഡയഗണൽ നമുക്ക് ഈ ഒരു വേവ് അപ്കമിങ് വീഡിയോസ് നിങ്ങൾക്ക് ടൈം എടുക്കും. ഞാൻ സമയം എടുത്തിട്ട് ഞാൻ പഠിപ്പിച്ച് തരുള്ളൂ. കറക്റ്റായിട്ട് ഷെയർ ചെയ്യുള്ളൂ ആ ഒരു ലോജിക്സ്, ലേണിംഗ് വീഡിയോസ്. ഈ ഫസ്റ്റ് വേവ് ഇത് ഫസ്റ്റ് ലെഗ്, ഇതാണ് ഫസ്റ്റ് ലെഗിന് നമ്മൾ വേവ് വരണത്. ഇതൊരു ഫുൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് സെക്കൻഡ് കയ്യാറാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ ഫോം ആവാൻ പോവാണ്. ഓക്കെ, സോ ഇതൊക്കെ ലോങ് തിയറിയാണ്. അത് സ്ലോലി ഞാൻ ഷെയർ ചെയ്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ പാറ്റേണിൻ്റെ പേരാണ് ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്. ഫസ്റ്റ് ഈ പാറ്റേണിനകത്ത് എത്ര മൂവ്സ് ഉണ്ടാവുന്നത്? ടോട്ടൽ 5 മൂവ്സ് ഉണ്ടാവും. ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു മൂവ്, സെക്കൻഡ് മൂവ്, താഴേക്ക് തേർഡ് മൂവ്, ഫുൾ കൗണ്ടിങ്. കാരണം ഫുൾ പ്രൈസ് മുകളിലാണ്. പിന്നെ ഒരു ഡിപ്പ് തന്നു, അത് 4th മൂവാണ്. ആൻഡ് ദെൻ അഗെയിൻ ആ പ്രൈസ് മുകളിൽ പോയി. ഓക്കെ, സോ 5 മൂവാണ് ടോട്ടൽ ഇതിനകത്ത് ഉണ്ടാവാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ പ്രൈസ് മുകളിലേക്ക് പോകാൻ പാടില്ല. യൂഷ്വലി അവിടെ നിന്ന് പ്രൈസ് താഴേക്ക് തന്നെ വരേണ്ടതാണ്. അതാണ് അതിൻ്റെ പാറ്റേണിൻ്റെ ആക്ച്വൽ ലോജിക്ക് ഇതാണ്. സോ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പ്രൈസ് ഇപ്പോൾ ഫോൾ ചെയ്യാൻ പോവുക, ബ്രേക്ക് ഔട്ട് തരത്തില്ല. ഓക്കെ, മാക്സിമം ചാൻസസ് 90 or 95% യൂഷ്വലി ബ്രേക്ക് ഔട്ട് തരത്തിലാണ് നമ്മൾ കണ്ടേക്കുന്നതാണ്. ബാക്കി തന്നാൽ അത് ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്ന് പറയുള്ളൂ. അത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയി. കാരണം ഈ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്. ഇത് നമ്മുടെ എപ്പോഴും ക്യാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഫസ്റ്റ് വേവ്, താഴ്ന്ന ഒരു ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് വേവിൻ്റെ ടോപ്പ്, ഓക്കെ, ഇതിനെ പറയുന്നത് നമ്മൾ ഫസ്റ്റ് വേവ് ആണ്. ഇത് കംപ്ലീറ്റ് ആയി, ഇതിൻ്റെ ടോപ്പ് ഇത് പിടിക്കുക. ആൻഡ് സെക്കൻഡ് വേവ്, ഇത് താഴേക്ക് വന്നല്ലോ, പ്രൈസ് താഴേക്ക് വന്നല്ലോ ഇവിടെ. സോ ഇത് ഫ്രം ഇവിടെ നിന്ന് ആൻഡ് മുകളിൽ ഈ രണ്ട് നമ്മൾ ഇങ്ങനെ വരച്ച് വെക്കും. പ്രൈസ് ആ ഒരു ബേസിൽ കണ്ടോ, താഴെ ഇവിടെ നിന്നല്ല, ഇത് നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ബേസാണ്. ഇത് പ്രൈസ് എന്ന് പറഞ്ഞാൽ ബേസാണ്. ബേസിൽ നിന്നല്ല, ഇവിടെ ഈ ഫോം ആയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പ്രൈസ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ഡൗൺ തന്നെ തരേണ്ടതാണ്. ഓക്കെ, അതാണ് ലീഡിങ് ഡയഗണൽ പാറ്റേൺ. പിന്നെ ഇതിനകത്ത് ഇനി വരുന്ന ആണ് ആക്ച്വൽ ഒരു ലേണിംഗ്. അത് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്മോൾ ടൈം ഫ്രെയിം പോകാം. അത് എല്ലാ ടൈം ഫ്രെയിമിലും ഉണ്ടാകും കേട്ടോ. ഇത് 5 minutes, 15 minutes, 1 minute, 1 hour, 1 day and 3 months, 6 months. സോ ആലോചിക്കണം ഇതിൻ്റെ പവർ. നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും പ്രൈസ് പ്രൈസ് നെക്സ്റ്റ് മൂവ്സ് വരാൻ പോവുക, പ്രൈസ് എങ്ങനെയൊക്കെ വീഴും, എങ്ങനെയൊക്കെ നമുക്കത് കാൽക്കുലേറ്റ് വരെ ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് ഇനി പറയാനുള്ളത്
എല്ലാത്തിനും ഈ ഒരു വൺ വേവ് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് എല്ലാത്തിനും 3 മൂവ്സ് ഉണ്ടാവും. 1 2 3 താഴേക്ക് വീഴുമ്പോഴത്തേക്ക് 3 മൂവ്സ് ആയിട്ട് വീഴത്തുള്ളൂ. ഇത് കണ്ടോ, 1 2 and 3. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ നിന്ന് 2 and മുകളിലേക്ക് പോയി 3. ഓക്കെ, 2 3. ഇതുപോലെ കയറുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഓക്കെ, 1 2 3. ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെ. ഇറങ്ങുമ്പോൾ ഇപ്പോൾ പ്രൈസ് ഫുള്ള് മുകളിലേക്ക് കൊണ്ടുപോയി. സോ ഇത് ട്രാപ്പ് ആയിരുന്നു. ഇത് ഒന്നേ തന്നെ കൗണ്ട് ചെയ്യുള്ളൂ നമ്മൾ. വീഴുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഓക്കെ, 1 2 3. മുകളിലേക്ക് കയറുമ്പോൾ അങ്ങനെ തന്നെ 1 2. കയറുന്നവരെ അവിടെ ടച്ച് ചെയ്യണം. പ്രൈസ് ടച്ച് ചെയ്യണം. 1 2 3 എന്ന് പറഞ്ഞ് കയറി താഴെ വീഴുമ്പോൾ 1 2 3 എന്ന് പറഞ്ഞ് വീഴത്തുള്ളൂ. അത് അത് തന്നെയാണ്. സംടൈംസ് നമ്മൾ ട്രാപ്പ് ചെയ്യും, ബട്ട് യൂഷ്വലി പെർഫെക്റ്റ്ലി അങ്ങനെ തന്നെയാണ് പ്രൈസ് പോകേണ്ടത്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും ഇതിനകത്ത് എൻട്രി എടുക്കാവുള്ളൂ. ഇത് കണ്ടോ, ഈ ബ്രേക്ക് ഡൗൺ ആയി 5 മൂവ്സ് നമ്മൾ ഫുൾ കൗണ്ട് ചെയ്യണം. 1 2 3 4 and 5. ആ 5ൻ്റെ അകത്ത് 3 മൂവ്സ് ഉണ്ടാവണം. ആൻഡ് ദെൻ ബ്രേക്ക് ഔട്ട് തരുമ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ ഈസിലി നമുക്ക് പിടിക്കാൻ പറ്റും. താഴേക്ക് വരുന്നു പ്രൈസ്. ഓക്കെ, ആൻഡ് ദെൻ കണ്ട ബ്രേക്ക് ഡൗൺ തന്നു ആൻഡ് റീടെസ്റ്റ് പോകുന്നു ആൻഡ് ദെൻ താഴേക്ക് ഫോൾ വരുന്നു. ഇനി സെക്കൻഡ് എനിക്ക് പറയാനുള്ളത്, സെക്കൻഡാണ് നമ്മുടെ മെയിൻ ലേണിംഗ് ഇതിനകത്ത് പറയാനുള്ളത്. പ്രൈസ് ഫോൾ ചെയ്യുന്നുണ്ടല്ലോ, അത് എത്ര ഫോൾ ചെയ്യും? ഇതൊക്കെ നിങ്ങൾക്ക് ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്ന വീഡിയോസ് മീൻസ് എല്ലാവരും ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യും. ഇതൊരു പാറ്റേൺ ആണ്, ഈ പാറ്റേണിൻ്റെ ബ്രേക്ക് ഡൗൺ ആവും, ബ്രേക്ക് ഔട്ട് ആവും, അങ്ങനെയൊക്കെ. ബട്ട് ഇതിൻ്റെ അകത്തുള്ള മൂവ്സ്, ഈ മൂവ്സിൻ്റെ കാൽക്കുലേഷൻ വരെ നമുക്കുണ്ടാകും. ബട്ട് ഇത് ഒത്തിരി ഐ തിങ്ക് ഒത്തിരി ലോങ് വീഡിയോ ആയി പോകും. പിന്നെ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ചിലപ്പോൾ ബോറായിരിക്കും, നിങ്ങൾ സഹിക്കാൻ പറ്റത്തില്ല. ഈ ഓരോരോ മൂവ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഈ 3 മൂവ്സ്, ഞാൻ കുഞ്ഞു 3 മൂവ്സ്, ഇതിൻ്റെ എല്ലാത്തിനും ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇത് ഇത്ര വരെ താഴേക്ക് വീഴും, ഇവിടെ ഇത്ര പേർക്ക് മുകളിലേക്ക് പോകും, അതൊക്കെ എല്ലാ കാൽക്കുലേഷനാണ്, എല്ലാം കാൽക്കുലേറ്റഡ് ആണ്. ബട്ട് അത്ര ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ഇപ്പോൾ ആക്കുന്നില്ല. അത് ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനി അത് കഴിഞ്ഞ് ഇനി 1 hour ചാർട്ടിൽ ഞാൻ പോകുന്നു. 1 hour ചാർട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ബോട്ടം ടു ടോപ്പ്, ഏത് ബോട്ടം, പ്രൈസിൻ്റെ ബോട്ടം ഇതാണ്, ആൻഡ് ടോപ്പ് ഏതാണ്, അതാണ്. ബോട്ടം ടു ടോപ്പ് നമ്മൾ എന്ത് ചെയ്യും? ഫിബൊനാച്ചി വെക്കും. ഫിബൊനാച്ചി നമ്മൾ ബോട്ടം ടു ടോപ്പ് ഇതിങ്ങനെ ഫിബർ റീട്രേസ്മെൻറ്റ് എടുക്കാം. ഓക്കെ, ഇതിങ്ങനെ ബോട്ടം ടു ടോപ്പ് ഇങ്ങനെ ഫിബർ റീട്രേസ്മെൻറ്റ് നമ്മൾ വെച്ചു. പ്രൈസ് ഇവിടെ നിന്ന് എത്ര വീഴും, അതാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രൈസ് ഇതിനകത്ത് മിനിമം പ്രൈസ് ഇവിടുന്ന് ഫോളോ ചെയ്യുന്നത് 38.20 മിനിമം വീഴത്തുള്ളൂ. ഓക്കെ, മിനിമം പ്രൈസ് എത്ര വീഴുള്ളൂ. 50% നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. 50% ശരിക്കും ഇതിനകത്തൊരു വലിയ ഇതില്ല. ബട്ട് 50% ചിലപ്പോൾ പ്രൈസ് പൊക്കും അവർ, ബട്ട് അത്ര നമ്മൾ പവർഫുൾ പറയത്തില്ല. ഓക്കെ, പിന്നെ 61.80, 382.0%, 38.20%, പിന്നെ 61.80% ആൻഡ് മാക്സ് ടു മാക്സ് 81.20% പ്രൈസ് വീഴുള്ളൂ. ഇവിടുന്ന് റിവേഴ്സൽ എടുക്കേണ്ടതാണ്. പ്രൈസ് വീഴുമ്പോൾ പ്രൈസ് 1 2 3 എന്ന് പറഞ്ഞ് വീഴുള്ളൂ. ഇപ്പോൾ കണ്ടോ 1 2 and 3 ഇവിടെ വന്ന് പ്രൈസ് ഇവിടെ ഉണ്ടാക്കിയേ പ്ലോട്ടം കണ്ടോ 61.80 പ്രൈസ് ടച്ചായി ആൻഡ് മുകളിലേക്ക് പ്രൈസ് പൊക്കി വരും. ഓക്കെ, ഇപ്പോൾ ഇത് ബൈ ആണ് എനിക്ക് പറയാൻ പറ്റത്തില്ല. ലേണിംഗ് വീഡിയോ ആണ്, ഞാനൊന്നും പറയില്ല. മോസ്റ്റ്ലി 3 ഇതിനകത്ത് റിവേഴ്സൽ വരേണ്ടതാണ്. ചില കേസസിൽ എന്ത് ചെയ്യും അവർ ഇപ്പോൾ 1 2 3 പറഞ്ഞിട്ടാണ് താഴേക്ക്, ഇനി 4 and 5 കഴിഞ്ഞിട്ട് താഴേക്ക് വീണ്ടും വരാൻ ചാൻസസ് ഉണ്ടാകും. ഈ ലോ ബ്രേക്ക് ചെയ്താൽ ഇപ്പോഴത്തെ ലോ ഓക്കെ 61.80% ഇത് വരും. ദാറ്റ് മീൻസ് ആ 5th മൂവിലേക്ക് താഴേക്ക് അവർ കൊണ്ടുവരുന്നു. ഓക്കെ, സോ 81.20 വരെ പോകാനുള്ള സാധ്യത ഉണ്ടാകും. മാക്സ് ടു മാക്സ് പ്രൈസ് ഇത്രേ വരാറുള്ളൂ ഇഫ് പ്രൈസ് ബുള്ളിഷ് ആണെങ്കിൽ. ഓക്കെ, അത് ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. ഇഫ് പ്രൈസ് ബുള്ളിഷ് ആണെങ്കിൽ അവർക്ക് പ്രൈസ്, ഈ ഓപ്പറേറ്റർക്ക് പ്രൈസ് ഇവിടുന്ന് പൊക്കാനാണെങ്കിൽ ഇവർ മാക്സ് ടു മാക്സ് 81.20% വന്നിട്ട് ഇവിടുന്ന് പിന്നെ അവർ റിവേഴ്സൽ കാണിക്കത്തുള്ളൂ. ആൻഡ് ദെൻ പ്രൈസ് മുകളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ദെൻ പിന്നെ നമ്മൾ ഇത് വെക്കേണ്ടത് എന്താണ്? എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമ്മൾ പ്രൈസ് ചെക്ക് ചെയ്യാൻ പറ്റും, പ്രൈസ് എത്ര വരെ പോകും. അതിപ്പോൾ ഇതിനകത്ത് ഈ ലേണിംഗ് വീഡിയോ നിങ്ങൾക്ക് അത് വരുന്നില്ല, കാരണം ഇത് ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്. എന്തൊക്കെ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഗൂഗിളിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്ത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താലും മതി. ഞാൻ റെഡിയാണ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ, സജസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഞാനിപ്പോൾ റെഡിയാണ്. ഞാനിപ്പോൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂടെ ഇതാണ് ലീഡിങ് ഡയഗണൽ പാറ്റേൺ. കൺഫ്യൂസ് ആവേണ്ട വേറെ ഒരെണ്ണമുണ്ട്, എൻഡിങ് ഡയഗണൽ പാറ്റേൺ. അത് വേറെയാണ്, സെയിം ഓൾമോസ്റ്റ് ഏകദേശം ഇത് തന്നെ ആയിരിക്കും അതും, ബട്ട് അത് വേറെ ടൈപ്പാണ്. ഓക്കെ, അതിൻ്റെ ലേണിംഗ് വേറെയാണ്, ഞാനത് ഷെയർ ചെയ്യും നിങ്ങളുടെ കൂടെ. ഇതാണ് നമ്മുടെ ലീഡിങ് ഡയഗണൽ പാറ്റേൺ. ലീഡിങ് ഡയഗണൽ പാറ്റേൺ മീൻസ് പ്രൈസ് താഴേക്ക് വന്നാലും ബുൾസ് ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. ആൻഡ് ദെൻ വീണ്ടും പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഈ തേർഡ് എനിക്ക് പറയാനുള്ളത്, നല്ല ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ്,
ഓക്കെ, നല്ല ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് അവർ മാക്സ് ടു മാക്സ് 38.20 ആൻഡ് 6180% ഇവിടുന്ന് തന്നെ പ്രൈസ് പൊക്കേണ്ടതാണ്. അപ്പോൾ പ്രൈസ് സാധ്യത ഉണ്ടാവും പ്രൈസ് മുകളിലേക്ക് കൂടുതൽ അബവ് മീൻസ് മുകളിലേക്ക് ഈ ഹൈ ക്രോസ് ചെയ്ത് അബവ് സസ്റ്റെയിൻ ആകാൻ ചാൻസസ് കൂടുതലുണ്ടാവും. ഓക്കെ, പ്രൈസ് താഴേക്ക് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് 81.20% വരെ വന്നു, ഓർ ഇവിടെ 100% വരും, ഇവിടെ ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പോകാനുള്ള ഒരു മറ്റേ റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസിന് അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ല, പ്രൈസ് അത്രയ്ക്ക് മുകളിലേക്ക് പോകാനുള്ള അതിലേക്ക് ഇല്ല, മീൻസ് അത്രയ്ക്ക് പവർ പ്രൈസിലില്ല. അപ്പോൾ നമ്മൾ നോർമലി ചിന്തിച്ചിട്ടുണ്ടോ പ്രൈസ് അവിടെ വരെ പോയിട്ട് നമ്മൾ ഇവിടെ നിന്ന് അവിടെ വരെ പോയി പിന്നെ താഴേക്ക് വന്നു പിന്നെ മുകളിലേക്ക് കയറ്റാൻ അത് ഇച്ചിരി പാടായിരിക്കും. കാരണം ഇവിടെ നിന്ന് ഇവിടെ വരെ ജേർണി ഫുൾ കംപ്ലീറ്റ് ചെയ്തു, പ്രൈസ് പിന്നെ ഇവിടെ വരെ പോകുന്നിട്ട് പിന്നെ മുകളിലേക്ക് കയറാനാണെങ്കിൽ എന്ത് പാടായിരിക്കും. പകുതിന് തന്നെ മുകളിലേക്ക് കയറുവാണെങ്കിൽ അത് കുറച്ചുകൂടി ബുള്ളിഷ് സൈനാണ്. ഓക്കെ, സോ അതാണ് നമുക്ക് നോക്കേണ്ടത്. സോ അതായത് ഇവിടെ റിവേഴ്സൽ ഇവിടെ നിന്ന് തന്നെ റിവേഴ്സൽ കിട്ടിയാൽ നല്ലൊരു ഹെൽത്തി സൈൻ ആയിരിക്കും. അത് പ്രൈസ് ആക്ഷൻ ബേസിലാണ് നമുക്ക് ഇവിടുന്ന് കയറാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എൻ്റെ പോയി വീഡിയോ കാണുക. പ്രൈസ് ആക്ഷൻ, വാട്ട് ഈസ് ദ പ്രൈസ് ആക്ഷൻ, എന്താണ് പ്ലേലിസ്റ്റിലുണ്ടാവും വീഡിയോസ്, അതൊക്കെ എല്ലാം കാണുക. അതാണ് ഞാൻ പറയുന്നത്, പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എല്ലാം കൂടി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിനകത്ത് എല്ലാം കൂടി നിങ്ങൾ പഠിക്കുക. ഈ ഓരോ പാറ്റൻ്റെ ഓരോരോ മറ്റേ ഇതുണ്ട്, ഉദ്ദേശമുണ്ട്, അല്ലാണ്ട് ചുമ്മാ അവിടെ ഫോം ആവില്ല. വേറെ എവിടെയെങ്കിലും ഫോം ആയി കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ്, കാരണം അത് വേസ്റ്റാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഫോം ആവേണ്ടത് പ്രൈസ് ഇങ്ങനെയാണ്. ബോട്ടം കണ്ട ഇത്ര ഫോൾ വന്ന് കഴിഞ്ഞിട്ടാണ് പ്രൈസ് ഇവിടുന്ന് നമുക്ക് റിവേഴ്സൽ കാണിക്കുന്നത്. ഞാൻ ഫ്യൂബനാച്ചി ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ ദാറ്റ് മീൻസ് ബോട്ടം ഫോം ആവാനുള്ള ശ്രമയിലാണ് പ്രൈസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന. പ്രൈസ് മീൻസ് ഇതാണ് ഇതിൻ്റെ ലീഡിങ് ഡയഗണൽ ഉദ്ദേശം ഇതാണ്. പ്രൈസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലീഡിങ് ഡയഗണൽ. ദാറ്റ് മീൻസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് എനിക്ക് മുകളിലേക്ക് പോകാൻ ഒരു ആഗ്രഹമുണ്ട്, അതാണ് പ്രൈസ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എസ് എൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോ തന്നെ ആയിരിക്കും. ലോയുടെ ബിലോ ക്ലോസിങ് വന്നാൽ അതിൻ്റെ എസ് എൽ ആയിരിക്കും. അതാണ് യൂഷ്വലി നമ്മൾ പഠിച്ചേക്കണേ ആൻഡ് ഷെയർ നിങ്ങളുടെ കൂടെ. ഓക്കെ, ഇനി കാണിക്കാനുള്ളത് നിഫ്റ്റിയിൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് നിഫ്റ്റിയിലാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. യെസ്, ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലേറ്റസ്റ്റ് ചാർട്ട്. ഓക്കെ, ലേറ്റസ്റ്റ് ചാർട്ടിൽ ഇപ്പോൾ ഈ പാറ്റേൺ തന്നെ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാറ്റേണിൻ്റെ പേരെന്താണ്? ലീഡിങ് ഡയഗണൽ പാറ്റേൺ. ഓക്കെ, അത് ഫോം ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഇതിൻ്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. റീസൺ എന്താണ്? ഇവിടെ 1 2 3 ടാപ്പ് കിട്ടി, മുകളിൽ ആകെ കിട്ടിക്കുന്നത് 1 and 2 ടാപ്പ്. തേർഡ് ടാപ്പ് കൂടി മുകളിൽ കിട്ടിയാൽ മാത്രമേ നമുക്കിതിൻ്റെ കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. സോ ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ കൂടെ. ഇത് ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്. എന്താണ് റീസൺ? എന്താ തന്നെ ഫസ്റ്റ് പ്രൈസ് താഴേക്കാണ്, ഡൗൺവേർഡ്സ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇപ്പോൾ ലീഡ് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. ഓക്കെ, എന്താണ് ലീഡ് ചെയ്യാൻ തുടങ്ങുള്ളൂ. സോ പ്രൈസിൻ്റെ നമ്മൾ 3 നോക്കുകയാണെങ്കിൽ 1 2 and 3 4 and 5 അതാണ് നമുക്കിനി കിട്ടണം. അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് ഫുള്ളി കഴിഞ്ഞാലേ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ആകെ കിട്ടിക്കുന്നത് എന്താണ്? 1 ഫസ്റ്റ് ടാപ്പ്, 2 and 3. ഇനി 4 and 5 ബാലൻസ് ഉണ്ട്. ഓക്കെ, ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇനി അപ്കമിങ് ഡേയ്സിൽ ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ സോ ദാറ്റ് മീൻസ് ഇത് വാല്യൂബിൾ അല്ല. സോ ഇതല്ല ഇനി ഫോം ആവാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് എനിക്കിനി കൂടുതലൊന്നും കാണിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ, കാരണം നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ്ക്ക് ഇത് അറിഞ്ഞിരിക്കണം. ലൈവ് മാർക്കറ്റ് ട്രാക്ക് ചെയ്യാനാണ് ഇത് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ആകെ ട്രാക്ക് ചെയ്യാനാണ് നിങ്ങളുടെ കൂടെ ഇത് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഇവിടുന്ന് 4 5 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? 5th ബ്രേക്ക് ഡൗൺ തരുവാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത്. ബ്രേക്ക് ഡൗൺ കഴിഞ്ഞിട്ടായിരിക്കും ആകെ ഇതിൻ്റെ കൺഫർമേഷൻ. ആൻഡ് ഇവിടുന്ന് അവിടെ ഒരു ഫിബൊനാച്ചി വെച്ച് നോക്കുക. ആൻഡ് പ്രൈസ് താഴേക്ക് വന്നിട്ട് പ്രൈസ് എവിടുന്ന് റിവേഴ്സൽ എടുക്കുന്നു ഞാൻ പറഞ്ഞ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് പെർസെൻറ്റേജസ് ഫിബൊനാച്ചിൻ്റെ. സോ അവിടുന്ന് പ്രൈസ് റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ പ്ലേ ഈസിലി. ഓർ എസ് എൽ താഴെ, അത് തന്നെ താഴെ നമ്മുടെ എസ് എൽ ആയിരിക്കും. എല്ലാത്തിനും മൂവ്സ് കൗണ്ട് ചെയ്യണം. 1 2 3 കയറുമ്പോൾ 1 2 3, താഴെ വരുമ്പോൾ 1 2 3 കഴിഞ്ഞിട്ടാണ് താഴെ വരുന്നത്. മുകളിൽ കയറുമ്പോൾ 1 2 3. ഇതൊക്കെ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം. സോ ഇത് ലേണിംഗ് വീഡിയോ ആണ്, ലേണിംഗ് പർപ്പസിന് മാത്രം കാണുക. ഓക്കെ, റിസ്ക് എടുക്കരുത്. എല്ലാവരും കൂടി പഠിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇത് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.